കെ.ആർ. നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥി സമരം ഒത്തുതീർന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ. ബിന്ദുവുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് സമരം പിൻവലിക്കാൻ വിദ്യാർത്ഥികൾ തീരുമാനിച്ചത്. നിലവിൽ ഒഴിഞ്ഞുകിടക്കുന്ന സംവരണ സീറ്റുകൾ നികത്തുമെന്നും വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും പരാതികൾ പരിഹരിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികൾ നടത്തിവരുന്ന സമരം വളരെ ഹാർദവമായ രീതിയിൽ ഒത്തുതീർപ്പായിട്ടുണ്ട്. സർക്കാർ നിയോഗിച്ച കമ്മീഷനുകളുടെ റിപ്പോർട്ടുകൾ ഏതാണ്ട് സമാന സ്വഭാവത്തിലുള്ളതായിരുന്നു. പക്ഷേ രണ്ടാമത് നിയോഗിച്ച ഉന്നതതല കമ്മീഷൻ വളരെയധികം അനുഭവസമ്പന്നരും ഭരണരംഗത്തും അക്കാദമിക് രംഗത്തും അനുഭവങ്ങളുള്ളവരും നയിച്ച കമ്മീഷനാണ് എന്നുള്ളതുകൊണ്ട് ഈ സ്ഥാപനത്തെ മെച്ചപ്പെടുത്താൻ ആവശ്യമായ ഒരുപാട് നിർദ്ദേശങ്ങളും അവർ മുന്നോട്ട് വച്ചിരുന്നു. ആ നിർദ്ദേശങ്ങളടക്കം കുട്ടികളുമായി വളരെ വിശദമായിട്ട് ചർച്ച ചെയ്ത് ചില ധാരണകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. മന്ത്രിയുടെ തീരുമാനങ്ങളെ വിദ്യാർത്ഥികൾ സ്വാഗതം ചെയ്തു. അതേസമയം ചെയർമാനുമായി സഹകരിക്കില്ലെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. സമരം ഞങ്ങൾ സൈൻ ഓഫ് ചെയ്യാണ്. ഇല്ല, ഞങ്ങൾ ചെയർമാനുമായിട്ട് ഇനിയൊരു സാറിന് ഉണ്ടാവില്ല. കാര്യം ഞങ്ങൾ വിദ്യാർത്ഥികളുടെ ഒപ്പമായിക്കോട്ടെ ജീവനക്കാരുടെ ഒപ്പമായിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന വാക്കുകൾ ഞങ്ങൾക്കൊട്ടും ശരിയല്ല. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിൽ ഞങ്ങൾ സഹകരിക്കില്ല. കാര്യം ഞങ്ങൾക്കതിലൊരു നല്ല ബുദ്ധിമുട്ടുണ്ട് മുന്നോട്ട് പോകും. വിവരങ്ങളുമായി നന്ദകുമാർ ചേരുന്നുണ്ട്. നന്ദകുമാർ, മറ്റാവശ്യങ്ങൾ കൂടി അംഗീകരിക്കപ്പെട്ടാൽ മാത്രമേ സമരത്തിൽ നിന്ന് പിന്നോട്ടുള്ളൂ എന്നായിരുന്നു ചർച്ചയ്ക്ക് എത്തും മുമ്പ് വിദ്യാർത്ഥികളുടെ പ്രതികരണം. ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കപ്പെട്ടോ? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, 51 ദിവസം നീണ്ടുനിന്ന വിദ്യാർത്ഥി സമരമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലൂടെ അവസാനിച്ചത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച 14 ആവശ്യങ്ങളും ചർച്ചയിലൂടെ സർക്കാർ അംഗീകരിക്കുകയായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഡയറക്ടറെ നിയമിക്കുന്നതിന് സെർച്ച് കമ്മിറ്റി ഒക്കെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. ആ നിയമ നടപടികൾ ഇപ്പോൾ മുന്നോട്ട് പോകുമെന്നാണ് മന്ത്രി പറയുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ ഒഴിഞ്ഞുകിടക്കുന്ന സംവരണ സീറ്റുകൾ നികത്താനും നടപടിയെടുക്കുന്നുണ്ട്. അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പ്രവേശന നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സംവരണം ഉറപ്പുവരുത്തുന്ന വ്യവസ്ഥകൾ ഈ പ്രോസ്പെക്ടിൽ വ്യക്തമാക്കുമെന്നും മന്ത്രി പറയുകയും ചെയ്തു. ഡയറക്ടറുടെ വസതിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ജീവനക്കാരെ ജോലിക്ക് നിയോഗിക്കുന്ന രീതി തീർത്തും ശരിയല്ലെന്നും അത്തരം പ്രവണതകൾ ആവർത്തിക്കില്ല എന്ന് ഉറപ്പാക്കുമെന്നും മന്ത്രി വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലും മറ്റ് വിഭാഗത്തിലുംപ്പെട്ട വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും പരാതികൾ അത് പരിഹരിക്കാനും ഈ ഗ്രാന്റ് ലഭ്യമാക്കുന്നതിൽ തടസ്സം നീക്കാനും ഒരു സോഷ്യൽ ജസ്റ്റിസ് കമ്മിറ്റിയെയും രൂപീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോഴ്സിന്റെ ദൈർഘ്യമടക്കമുള്ള കാര്യങ്ങളിലും വ്യക്തമായ ഒരു തീരുമാനം മന്ത്രി ഇന്ന് വിദ്യാർത്ഥികളുമായി സംവദിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കോഴ്സ് ഫീസ് സംബന്ധിച്ച വിഷയവും വർക്ക്ഷോപ്പുകൾ, പ്രോജക്ട്, ഫിലിം ചിത്രീകരണം തുടങ്ങിയവയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം സംബന്ധിച്ചും വിദ്യാർത്ഥികളുമായുള്ള പരാതികളും ഈ ഒരു കമ്മിറ്റി പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകുകയും ചെയ്തു. എന്നാലും പ്രധാന അധികാര സമിതികളിൽ ഇനി മുതൽ വിദ്യാർത്ഥി പ്രാതിനിധ്യം കൊണ്ടുവരുമെന്നും മന്ത്രി വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. എന്തായാലും കമ്മീഷൻ റിപ്പോർട്ടുകൾ, 2 കമ്മീഷൻ റിപ്പോർട്ടുകളാണ് സർക്കാർ നിയോഗിച്ചിരുന്നത്. ഈ 2 കമ്മീഷൻ റിപ്പോർട്ടുകളും പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകി. അതോടൊപ്പം തന്നെ ബൈലോയിലെയും ബോണ്ടിലെയും വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ, ഉന്നയിച്ച പ്രശ്നങ്ങളൊക്കെ തന്നെ പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. എന്തായാലും സമരം അവസാനിപ്പിക്കുന്നതായി വിദ്യാർത്ഥികൾ പറയുമ്പോഴും ചെയർമാനായ അടൂർ ഗോപാലകൃഷ്ണനോട് സഹകരിക്കില്ല എന്നും വിദ്യാർത്ഥികൾ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. നന്ദകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. സെക്രട്ടേറിയറ്റ് മാർച്ചിലുണ്ടായ സംഘർഷത്തിൽ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസിനെ റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം പാളയത്ത് വെച്ചാണ് പി.കെ. ഫിറോസിനെ അറസ്റ്റ് ചെയ്തത്. അക്രമങ്ങളിൽ 29 യൂത്ത് ലീഗ് പ്രവർത്തകരെയാണ് ഇതുവരെ പിടികൂടിയത്. സെക്രട്ടേറിയറ്റ് മാർച്ചിലുണ്ടായ അക്രമങ്ങളിൽ പി.കെ. ഫിറോസിനെ 1-ാം പ്രതിയാക്കിയാണ് അറസ്റ്റ്. അനുമതിയില്ലാതെ മാർച്ച് നടത്തിയതിലും പൊതുമുതൽ നശിപ്പിച്ചതിലും പോലീസിന്റെ കൃത്യവിലോപം തടഞ്ഞതിലുമാണ് നടപടി. സർക്കാരിന്റേത് രാഷ്ട്രീയ പകപോക്കലെന്ന് പി.കെ. ഫിറോസ് പ്രതികരിച്ചു. ശക്തമായി നേരിടും. അറസ്റ്റ് കൊണ്ട് പിന്മാറുന്ന പ്രശ്നമില്ല. ശക്തമായി സമരവുമായി മുന്നോട്ട് പോകും. അറസ്റ്റ് നടത്തിയത് ജനാധിപത്യ വിരുദ്ധമാണെന്നും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇപ്പോ സംസ്ഥാന സെക്രട്ടറി ഫിറോസിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അതിന്റെ അർത്ഥം ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് നടത്തുന്ന സമരങ്ങളെ അടിച്ചമർത്തുന്നു. പ്രക്ഷോഭങ്ങളിലൂടെ പ്രസ്ഥാനം വളർത്തിയെടുത്ത് അധികാരത്തിൽ വന്ന ഇടത് ഗവൺമെന്റ് ഇപ്പോ ജനകീയ പ്രശ്നങ്ങളിൽ പ്രക്ഷോഭം നടക്കുമ്പോൾ അതിനോട് അസഹിഷ്ണുത കാണിക്കുകയാണ്.
സംസ്ഥാന സെക്രട്ടറി എത്രയും ദിവസം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ അസഹിഷ്ണുതയാണ്, വളരെ വ്യക്തമാണ്. പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് നാശനഷ്ടങ്ങളുടെ കണക്ക് ലഭിക്കേണ്ടതുണ്ട്. പൊതുമുതൽ നശിപ്പിച്ചതിനുള്ള പിഴ കെട്ടിവെച്ചതിന് ശേഷമായിരിക്കും ഫിറോസ് ഉൾപ്പെടെയുള്ളവർക്ക് ജാമ്യം ലഭിക്കുക. ന്യൂസ് 18 തിരുവനന്തപുരം. ചരിത്രത്തിലെ ഏറ്റവും മോശമായ നയപ്രഖ്യാപന പ്രസംഗമായി ഇത് അറിയപ്പെടുമെന്ന് നയപ്രഖ്യാപനത്തിൽ പറയുന്നത് വസ്തുതയോ വിരുദ്ധമോ ആയ കാര്യങ്ങളാണ് എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്താലും സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. കൊച്ചിയിൽ കേബിൾ കുരുങ്ങി ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക്. മരട് സ്വദേശി അനിൽകുമാറിന് തലയ്ക്കാണ് പരിക്കേറ്റത്. ജോലി കഴിഞ്ഞ് മടങ്ങവേ ബൈക്കിൽ കേബിൾ ചുറ്റി റോഡിൽ വീണായിരുന്നു അപകടം. കൊച്ചിയിൽ രണ്ടാഴ്ചക്കിടെ കേബിൾ കുരുങ്ങിയുള്ള രണ്ടാമത്തെ അപകടമാണിത്. പാലാരിവട്ടം വെണ്ണലയ്ക്കടുത്ത് റോഡിലേക്ക് വീണ് കേബിൾ കുരുങ്ങി ബൈക്ക് മറിയുകയായിരുന്നു. വെൽഡിംഗ് തൊഴിലാളിയായ അനിൽകുമാറാണ് അപകടത്തിൽപ്പെട്ടത്. അനിൽകുമാർ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ICU ഫെസിലിറ്റീസ് ഉള്ള ആംബുലൻസിൽ നമ്മൾ അദ്ദേഹത്തിനെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്തത്. എന്നിട്ടും അവിടെ എത്തുന്നതിനും അവിടെ ചെന്നപ്പോൾ അവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടെ അഡ്മിഷൻ ലഭിച്ചില്ല. കാരണം അവിടെ വേക്കൻസി ഇല്ല, അതുപോലെ തന്നെ അവിടെ നമുക്ക് അവിടെ സ്പേസ് ഇല്ല എന്നെല്ലാം പറഞ്ഞ് അവർ മടക്കി അയക്കുകയാണ് ഉണ്ടായത്. കൊച്ചിയിൽ കേബിൾ കുടുങ്ങി അപകടങ്ങൾ പതിവാകുമ്പോഴും അധികൃതർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. എല്ലാ പോസ്റ്റിലും കെട്ടിയിട്ടേക്കണാണ്. അപ്പൊ പോസ്റ്റിൽ കൂടി കേബിൾ വലിച്ചേക്കുന്നത് വളരെ താത്തിയാണ് വലിച്ചേക്കുന്നത്. അപ്പൊ അത് ചെയ്യുന്ന കോൺട്രാക്ടർമാർ അത് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല. സാമ്പത്തിക പരാധീനതകളുള്ള അനിൽകുമാറിനെ കോട്ടയത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാനാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ശ്രമിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. ആലപ്പുഴ ദേശീയപാതയിൽ വാഹനാപകടത്തിൽ 5 മരണം. അമ്പലപ്പുഴ കാക്കാഴം മേൽപ്പാലത്തിൽ പുലർച്ചെ 1:30 കാറും ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ശരണ്യ സ്നേഹജന്റെ റിപ്പോർട്ടിലേക്ക്. പുലർച്ചെ 1:30 കൂടിയാണ് അപകടമുണ്ടായത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോവുകയാണ് എന്നാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. ഒപ്പം തന്നെ ആലത്തൂർ സ്വദേശികളായ 4 പേരും കൊല്ലം മൺട്രോത്തുരുത്ത് സ്വദേശിയായ ഒരാളുമാണ് അപകടത്തിൽ മരിച്ചിട്ടുള്ളത്. കാർ യാത്രികരായ തിരുവനന്തപുരം പെരുങ്കടവിള ആലത്തൂർ സ്വദേശികളായ പ്രസാദ്, ഷിജുദാസ്, സച്ചിൻ, സുമോദ എന്നിവരാണ്. ഒപ്പം തന്നെ കൊല്ലം മൺട്രോത്തുരുത്ത് തേവലക്കര സ്വദേശി അമൽ എന്നിവരുമാണ് മരിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ ഷിജുദാസ് എറണാകുളത്ത് ജോലി ചെയ്യുന്ന ആളാണ്. ഷിജുദാസിനെ ആക്കാനായി എറണാകുളത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരത്തിലുള്ള യാത്രക്കിടയിലാണ് CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ CCTV ദൃശ്യങ്ങൾ കാണിക്കുന്നത് ഈ കാറ് വളരെ വേഗത്തിലാണ് വരുന്നത്. ഒപ്പം തന്നെ ആന്ധ്രയിൽ നിന്ന് വരുന്ന ചരക്ക് ലോറി തൊട്ട് അടുത്ത എതിർദിശയിൽ വരുന്നുണ്ട്. ആ എതിർദിശയിലേക്ക് കാറ് അമിത വേഗത്തിൽ വന്ന നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ മത്സ്യത്തൊഴിലാളികളും ഒപ്പം തന്നെ പോലീസും ഒക്കെയാണ് ഇവരുടെ രക്ഷാപ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. ഈ കാറ് പൂർണ്ണമായും അപകടത്തിൽ തകർന്നിട്ടുണ്ട്. ഈ 5 പേരെയും പുറത്തെടുത്തത് കാറ് പൊളിച്ചാണ് ഇവരെ പുറത്തേക്ക് എടുക്കാനായി കഴിഞ്ഞിട്ടുള്ളത്. 4 പേര് സ്പോട്ടിൽ തന്നെ മരണമടയുകയും ഒരാളെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ച് അവിടെ വെച്ചാണ് മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം കളിയിക്കാവിളയിലുള്ള ഒരു വിവാഹ ആഘോഷത്തിൽ പങ്കെടുത്തതിന് ശേഷം ഇവർ മടങ്ങുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. മറ്റു ഉദ്യോഗസ്ഥരും RTO ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളും ഇവിടെ വന്ന് പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവരുടെ എല്ലാവരുടെയും ബന്ധുക്കൾ ഇവർ ISROയിൽ ജോലി ചെയ്തിരുന്ന ആളുകളാണ് എന്നാണ്. ക്യാൻറ്റീനിലെ താൽക്കാലിക ജീവനക്കാരായിരുന്നു ഇവരിൽ 4 പേർ. അതുകൊണ്ട് തന്നെ ഇവർ തിരുവനന്തപുരത്തെ ആഘോഷം കളിക്കാവിളയിലെ കല്യാണാഘോഷത്തിൽ പങ്കെടുത്തതിന് ശേഷം മടങ്ങുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ അടക്കം പൂർത്തീകരിച്ചുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞ് മൃതദേഹം തിരുവനന്തപുരത്തേക്ക് വിട്ടു നൽകും. മൂവാറ്റുപുഴയിൽ കനാൽ ഇടിഞ്ഞു വീണ വൻ അപകടം. തലനാരിഴയ്ക്കാണ് കാർ യാത്രക്കാർ രക്ഷപ്പെട്ടത്. മൂവാറ്റുപുഴ കൂത്താട്ടുകുളം ലിങ്ക് റോഡിൽ വെള്ളവും ചെളിയും നിറഞ്ഞതോടെ ഗതാഗതം മണിക്കൂറുകളോളം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മൂവാറ്റുപുഴ കൂത്താട്ടുകുളം ലിങ്ക് റോഡിൽ പണ്ടപ്പള്ളിക്ക് 50 മീറ്റർ മുൻപെയാണ് വൻ അപകടമുണ്ടായത്. ഞായറാഴ്ച വൈകിട്ട് 6:30 റോഡിൽ നിന്നും ഏകദേശം 30 അടിയോളം ഉയരത്തിലുള്ള MVIP കനാലിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുകയായിരുന്നു. തൊട്ടടുത്ത വീട്ടിലെ CCTVയിൽ അപകടത്തിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. റോഡിലൂടെ കാർ കടന്നുപോയതിന് തൊട്ടു പിന്നാലെ കനാലിടിഞ്ഞ് എതിർവശത്തുള്ള വീടിന്റെ ഗേറ്റും തകർത്ത് വെള്ളവും ചെളിയും
വീട്ടുമുറ്റത്ത് എത്തുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. റോഡിലേക്ക് ചെളിയും മണ്ണും വീണതോടെ ഇതുവഴിയുള്ള ഗതാഗതം മണിക്കൂറുകളോളം നിലച്ചു. നാട്ടുകാരുടെ സഹകരണത്തോടെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ചെളിയും മണ്ണും നീക്കം ചെയ്ത് രാത്രി 10 മണിയോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. സ്ഥലത്ത് വ്യാപകമായ കൃഷിനാശമുണ്ടായിട്ടുണ്ട്. മഴയോ മറ്റു പ്രതികൂല കാലാവസ്ഥയോ ഇല്ലാതിരുന്ന സമയത്താണ് ദുരന്തമുണ്ടായതെന്നത് ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. അപകട സമയം റോഡിൽ തിരക്കില്ലാതിരുന്നതിനാൽ വൻ ദുരന്തമൊഴിവായി. ന്യൂസ് 18 കൊച്ചി. കൊല്ലം കുണ്ടറ സ്വദേശിനിയായ +1 വിദ്യാർത്ഥിനിക്ക് പീഡനം. തിരുവനന്തപുരം പാലോട് എത്തിച്ചാണ് പീഡിപ്പിച്ചത്. തിരുവനന്തപുരം പെരുമാതുറ സ്വദേശികളായ ജസീർ, നൌഫൽ, നിയാസ് എന്നിവർ പിടിയിലായി. ജസീലും നൌഫലും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് എന്നും ഇൻസ്റ്റഗ്രാം വഴിയാണ് പെൺകുട്ടിയെ വലയിലാക്കിയത് എന്നും പോലീസ് പറയുന്നു. സംസ്ഥാനത്തെ മുഴുവൻ നഴ്സുമാരുടെയും മിനിമം വേതനം പുനഃപരിശോധിക്കണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. 3 മാസത്തിനകം വേതനം പുനഃപരിശോധിക്കാനാണ് ഉത്തരവ്. 2018 സർക്കാർ പ്രഖ്യാപിച്ച മിനിമം വേതനമാണ് പുനഃപരിശോധിക്കേണ്ടത്. സംസ്ഥാനമാകെ നീണ്ട വ്യാപക സമരങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും പിന്നാലെയാണ് 2018 നഴ്സുമാരുടെ മിനിമം വേതനം സർക്കാർ നിശ്ചയിച്ചിരുന്നത്. 50 കിടക്കകൾ വരെയുള്ള ആശുപത്രികളിൽ മിനിമം വേതനം 20,000 രൂപയും പരമാവധി 30,000 രൂപയായിട്ടുമാണ് അന്ന് സർക്കാർ നിശ്ചയിച്ചിരുന്നത്. ഇതിനെതിരെ മാനേജ്മെന്റും നഴ്സുമാരും വ്യത്യസ്ത ഹർജികളുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ ഹർജി പരിഗണിച്ചപ്പോഴാണ് ഹൈക്കോടതി സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതിനായി സർക്കാരിന് 3 മാസത്തെ സാവകാശവും നൽകി. നഴ്സുമാരുടെയും ആശുപത്രി ഉടമകളുടെയും അഭിപ്രായങ്ങൾ ആരാഞ്ഞതിനു ശേഷം വേതനം പുനഃപരിശോധിക്കുന്നതിനാണ് കോടതിയുടെ നിർദ്ദേശം. മാനേജ്മെന്റിനും നഴ്സുമാർക്കും 2018 തുക സമ്മതമല്ല. ന്യൂസ് 18 കൊച്ചി. ക്ഷയരോഗത്തെ തുടർന്ന് പുള്ളിമാനുകളും കൃഷ്ണമൃഗങ്ങളും മരിച്ച തിരുവനന്തപുരം മൃഗശാലയിൽ മ്യൂസിയം മൃഗശാല വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പരിശോധന നടത്തി. പ്രതിരോധ നടപടികൾ ഊർജിതമാക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. മൃഗങ്ങളെ ശുശ്രൂഷിക്കുന്നവർ മുൻകരുതൽ എടുക്കണം. ജീവനക്കാർക്ക് ഗ്ലൗസ്, മാസ്ക്, ഷൂ തുടങ്ങിയവ ഉറപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ വർഷം ഏപ്രിലിന് ശേഷം 52 കൃഷ്ണമൃഗങ്ങളും മാനുകളുമാണ് മൃഗശാലയിൽ ക്ഷയരോഗത്തെ തുടർന്ന് മരിച്ചത്. നമുക്ക് അത്യാവശ്യം പ്രതിരോധ മരുന്നുകൾ കൊടുക്കുവാൻ മാത്രമേ പറ്റുള്ളൂ. ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വന്നാൽ അത് മരണപ്പെടുന്നൊരവസ്ഥയാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. അപ്പോൾ അതിനെ എത്രത്തോളം നമുക്ക് സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിന് നമുക്കറിയാം, ഈ പ്രദേശത്ത് തന്നെ ഇപ്പം നമ്മൾ വന്നപ്പോൾ തന്നെ കണ്ടു, ആ മാനുകളെ ഇട്ടേക്കുമ്പോൾ അതിൻ്റെ മാലിന്യങ്ങൾ ഉൾപ്പെടെ ഒഴുകിപ്പോകുന്നു. മറ്റ് ചില മൃഗങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അതിനെ ബാധിക്കാത്ത തരത്തിലാണ് നമ്മൾ അതിനു വേണ്ടി പ്രത്യേക ഓടയും ബാക്കിയുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ നമ്മൾ ഇവിടെ സൂ തന്നെ അതിൻ്റെ ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ട് അത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. എറണാകുളത്ത് നോറോ വൈറസ് സ്ഥിരീകരിച്ചു. കാക്കനാട്ടെ സ്കൂളിലെ 2 വിദ്യാർത്ഥികൾക്കാണ് നോറോ വൈറസ് സ്ഥിരീകരിച്ചത്. 67 കുട്ടികൾക്ക് സമാന ലക്ഷണങ്ങൾ ഉണ്ട് എങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. കൂടുതൽ കുട്ടികളിലേക്ക് പകരാതിരിക്കാൻ ക്ലാസുകൾ ഓൺലൈനാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കുപ്രസിദ്ധ ഗുണ്ട ഓംപ്രകാശിന്റെ കൂട്ടാളികൾ കീഴടങ്ങിയത് CPI നേതാവിന്റെ വീട്ടിൽ പോലീസ് പരിശോധനയ്ക്ക് എത്തുമെന്ന് ഉറപ്പായതോടെ. പാറ്റൂർ ആക്രമണക്കേസിലെ 1-ാം പ്രതി CPI നേതാവിന്റെ ബന്ധുവിനെ ഒളിവിലിരുന്ന് ഫോൺ വിളിച്ചെന്ന് വ്യക്തമായതോടെയാണ് വീട്ടിൽ കയറി പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചത്. ഇത് രാഷ്ട്രീയ നേതാക്കൾ അറിഞ്ഞതിന് പിന്നാലെ കീഴടങ്ങാൻ തയ്യാറെന്ന് പ്രതികൾ ഹൈക്കോടതിയെ അറിയിക്കുകയായിരുന്നു. പാക് തലസ്ഥാനം ഇസ്ലാമാബാദ് ഉൾപ്പെടെയുള്ള നഗരങ്ങൾ മണിക്കൂറുകളായി ഇരുട്ടിൽ. പവർ ജനറേഷൻ യൂണിറ്റുകൾ താൽക്കാലികമായി പ്രവർത്തനം അവസാനിപ്പിച്ചതിനെ തുടർന്നാണ് കറാച്ചി, ലാഹോർ, പെഷവാർ, ക്വറ്റ നഗരങ്ങൾ 3 മണിക്കൂറിലേറെയായി ഇരുട്ടിലായത്. ഇന്ധന ചെലവ് ചുരുക്കലിന്റെ ഭാഗമായാണ് പവർ ജനറേറ്ററുകൾ ഷട്ട് ഡൗൺ ചെയ്തതെന്നാണ് വിവരം. 117 ഗ്രിഡ് സ്റ്റേഷനുകളാണ് ആകെ നിർത്തിവെച്ചത്. 12 മണിക്കൂറിനകം സ്ഥിതി പൂർവ്വസ്ഥിതിയിലാകുമെന്ന് ഊർജ്ജ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. 3 മാസത്തിനുള്ളിൽ ഇത് 2-ാം തവണയാണ് പാകിസ്ഥാനിൽ വ്യാപകമായി വൈദ്യുതി മുടങ്ങുന്നത്. റിപ്പബ്ലിക് ദിന പരേഡിന്റെ റിഹേഴ്സൽ ഡൽഹിയിൽ നടന്നു. ജനുവരി 26 നടക്കാനിരിക്കുന്ന ആഘോഷങ്ങളുടെ പകിട്ടും മോടിയും വ്യക്തമാക്കുന്നതായിരുന്നു പരിശീലന പ്രകടനം. റിഹേഴ്സൽ കാണാൻ നിരവധി പേരാണ് എത്തിയത്. ഈ റിപ്പോർട്ടോടെ ന്യൂസ് അറ്റ് 5 പൂർണ്ണമാകുന്നു. നമസ്കാരം. ജനുവരി 26 നടക്കാനിരിക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ലഹരിയിലേക്ക് കടക്കുകയാണ് രാജ്യം. ആഘോഷങ്ങൾക്ക് മുന്നോടിയായുള്ള പരേഡ് റിഹേഴ്സലിൽ തന്നെ നാടിന്റെ ആവേശം പ്രകടമായി. പൂർണ്ണ ഔദ്യോഗിക വേഷത്തിലുള്ള സൈനികരുടെ മാർച്ച് ഫാസ്റ്റ് വർണ്ണാഭമായിരുന്നു. ഛത്രപതി ശിവാജി മഹാരാജ്
equivalent sortie undertaken in the year 2022. സൈനിക അഭ്യാസ പ്രകടനം ശ്വാസമടക്കി പിടിച്ചാണ് ജനം കണ്ടത്. സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കുമൊപ്പം വിവിധ മന്ത്രാലയങ്ങളുടെയും വിഭാഗങ്ങളുടെയും ടാബ്ലോകളും കണ്ണിഞ്ചിപ്പിക്കുന്നതായിരുന്നു. രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, സാമ്പത്തിക പുരോഗതി, ആയുധക്കരുത്ത് എന്നിവ വ്യക്തമാക്കുന്നതായിരുന്നു കർത്തവ്യപഥിലെ പരിശീലന പ്രകടനം. गलवान के बलवान बिहार रेजिमेंट का स्थापना द्वितीय विश्व युद्ध के दौरान कैप्टन सुगम हमारा नाम को शामिल गुजरते हमको रहना है सदा ऐसे वफाओं से. Missile Regiment, the Amritsar Airfield, led today by Captain Sunil Dashrate, accompanied by Lieutenant Chetna Sharma of 512 Light AD Missile Regiment. പരേഡ് റിഹേഴ്സലിന്റെ ഭാഗമായി ഡൽഹിയിൽ പലയിടത്തും വാഹന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ആശയക്കുഴപ്പം ഒഴിവാക്കാൻ നിയന്ത്രണങ്ങളെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ മുൻകൂട്ടി ജനങ്ങൾക്ക് നൽകിയിരുന്നു. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി രാജ്യമെമ്പാടും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത്തവണ ഈജിപ്തിലെ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയാണ് ചടങ്ങിലെ മുഖ്യാതിഥി. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18.